Today we will discuss ascent of xylem sap or transpiration stream. First chapterലെ last video ആണിത്. നമ്മൾ the whole process of water absorption in plantsനെ 3 different mechanisms ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. ഏതൊക്കെയായിരുന്നു ആ 3 different mechanism? ഒന്ന് absorption of water from soil solution അല്ലെങ്കിൽ absorption of water from soil. സോയിലിന് ക്ലോസ് കോണ്ടാക്റ്റ് ആയിട്ട് നിൽക്കുന്ന റൂട്ട് ഹെയർ സോയിലിന് വാട്ടർ അബ്സോർബ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ 2 ഡിഫറെൻറ്റ് മെക്കാനിസംസ് ഉണ്ടായിരുന്നു, പാസീവും ആക്റ്റീവും. പാസീവിന് 3 ഫിസിക്കൽ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തു, ഇംബൈബിഷൻ, ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്. ദെൻ ആക്റ്റീവിൽ നമ്മൾ ഓസ്മോട്ടിക് ആൻഡ് നോൺ ഓസ്മോട്ടിക് വാട്ടർ അബ്സോർപ്ഷനും പറഞ്ഞു. രണ്ടാമത്തെ മെക്കാനിസം റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആയിരുന്നു. അതായത് റൂട്ട് ഹെയറിന് റൂട്ട് സൈലത്തിലേക്കുള്ള ഹൊറിസോണ്ടൽ മൂവ്മെന്റ് അല്ലെങ്കിൽ റേഡിയൽ മൂവ്മെന്റ് ഓഫ് വാട്ടർ ആണ് റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള മെക്കാനിസംസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് വഴിയാണ് റേഡിയൽ കണ്ടക്ഷൻ നടക്കുന്നത്. ഒന്ന് സിംപ്ലാസ്റ്റിക് പാത്വേ, രണ്ടാമത്തത് എപ്പോപ്ലാസ്റ്റിക് പാത്വേ, മൂന്നാമത്തത് വാക്യുലാർ പാത്വേ. ദെൻ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ലെങ്കിൽ തേർഡ് മെക്കാനിസം ആണ് ascent of xylem sap or transpiration stream എന്ന് പറയുന്നത്. അതാണ് ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഈ ഒരു മെക്കാനിസം കൂടി കഴിഞ്ഞാൽ സോയിലുള്ള വാട്ടർ എവിടെ എത്തും? ലീഫിൻ്റെ മീസോഫിൽ ടിഷ്യൂലെത്തും. സോ ആ ഒരു പ്രോസസ്സാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ പ്ലാന്റ് എബ്സോർബ് ചെയ്തിട്ടുള്ള വാട്ടർ റൂട്ട് ഹെയറിന് റേഡിയൽ കണ്ടക്ഷൻ വഴി റൂട്ട് സൈലത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി റൂട്ട് സൈലത്തിൽ നിന്ന് അതിനെ ലീഫ് മീസോഫിൽ വരെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ആ ഒരു ട്രാൻസ്പോർട്ടിൽ എന്തൊക്കെ മെക്കാനിസംസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തിയറീസ് ആണ് ഈ ഒരു മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ascent of sap? It is the upward movement of water and dissolved substances from root to tip of the plant. വാട്ടറും ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസും റൂട്ടിൽ നിന്ന് പ്ലാന്റ് ടിപ്പിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ascent of sap എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് വാട്ടർ എന്ന് പറയാം. ഞാനിവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചറിലേക്ക് ശ്രദ്ധിക്കുക. ആദ്യം നമ്മളുടെ വാട്ടർ ഉണ്ടായിരുന്നത് സോയിലാണ്. ദെൻ സോയിൽ നിന്ന് അബ്സോർപ്ഷൻ ഓഫ് വാട്ടറിൻ്റെ ഫസ്റ്റ് മെക്കാനിസം ആയിട്ടുള്ള അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ റൂട്ട് ഹെയർ എന്നുള്ള ഒരു പ്രോസസ്സ് വഴി എന്ത് ചെയ്യും? റൂട്ട് ഹെയറിലേക്ക് വാട്ടർ മൂവ് ചെയ്യും. ദെൻ രണ്ടാമത്തെ മെക്കാനിസം ആയിട്ടുള്ള റേഡിയൽ കണ്ടക്ഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുമ്പോൾ റൂട്ട് സൈലത്തിലെത്തും വാട്ടർ. ദെൻ മൂന്നാമത്തെ മെക്കാനിസത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ റൂട്ട് സൈലത്തിൽ നിന്ന് പ്ലാന്റിൻ്റെ ടിപ്പിലേക്ക് വാട്ടർ എന്ത് ചെയ്യും? ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും. റൂട്ട് സൈലത്തിൽ നിന്ന് സ്റ്റെം സൈലം വഴി ലീഫ് സൈലം വഴി പ്ലാന്റിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ascent of sap എന്ന് പറയാം. വാട്ടർ ഈസ് അബ്സോർബ്ഡ് ബൈ റൂട്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ പാർട്സ് ഓഫ് ദ പ്ലാന്റ് ത്രൂ സൈലം. സോ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് സൈലത്തിലൂടെയാണ്. റൂട്ട് സൈലത്തിലെത്തിയ വാട്ടർ സ്റ്റെം സൈലം വഴി ലീഫ് സൈലം വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ അബ്സോർബ് ചെയ്യുന്നത് റൂട്ടാണ്, ദെൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൈലമാണ്. വാട്ടർ അബ്സോർബ്ഡ് ബൈ റൂട്ട് സിസ്റ്റം മൂവ്സ് ത്രൂ റൂട്ട് ടിഷ്യൂസ് സച്ച് ആസ് കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ എക്സെട്ര. അതായത് റൂട്ട് ഹെയർ അബ്സോർബ് ചെയ്ത വാട്ടർ റേഡിയൽ കണ്ടക്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ കോർട്ടെക്സിനെയും എൻഡോഡെർമിസിനെയും പെരിസൈക്കിളിനെയും ക്രോസ് ചെയ്തിട്ട് എവിടെ എത്തും? സൈലത്തിലെത്തും. Then once water enters root xylem, it moves upward and finally reaches the mesophyll tissue. So radial conductionന്റെ ലാസ്റ്റ് അബ്സോർബ് ചെയ്ത വാട്ടർ റൂട്ടിൻ്റെ സൈലത്തിലെത്തും. ഇങ്ങനെ എത്തിയിട്ടുള്ള വാട്ടർ റൂട്ട് സൈലത്തിൽ നിന്ന് സ്റ്റെം സൈലം വഴി ഫൈനലി മീസോഫിൽ ടിഷ്യൂവിൽ എത്തിച്ചേരും. About 97% of water that enters mesophyll cells escapes out by transpiration. Only small amount is utilized for metabolic activities. So ഇങ്ങനെ റൂട്ട് അബ്സോർബ് ചെയ്ത വാട്ടർ മീസോഫിൽ ടിഷ്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ
97%ഉം ട്രാൻസ്പിരേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് വഴി പ്ലാന്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും. ബാക്കി 3%ന് താഴെയുള്ള വാട്ടർ മാത്രമാണ് മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പ്ലാന്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അസെന്റ് ഓഫ് സാപ്പ് ഒക്കേഴ്സ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അസെന്റ് ഓഫ് സാപ്പ് നടക്കുന്നത്. സിൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫോളിയാർ ട്രാൻസ്പിരേഷൻ, ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ട്രാൻസ്പിരേഷൻ സ്ട്രീം. നമ്മൾ ഹെഡിങ് പറഞ്ഞപ്പോഴേ പറഞ്ഞു, അസെന്റ് ഓഫ് സാപ്പ് എന്നുള്ള ഒരു പ്രോസസ്സിന് വേറൊരു പേരും കൂടിയുണ്ട്, ട്രാൻസ്പിരേഷൻ സ്ട്രീം എന്ന്. സോ അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്പിരേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അസെന്റ് ഓഫ് സാപ്പ് എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത്. അല്ലെങ്കിൽ ഫോളിയാർ ട്രാൻസ്പിരേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അസെന്റ് ഓഫ് സാപ്പ്. അതുകൊണ്ടാണ് ഇതിന് ട്രാൻസ്പിരേഷൻ സ്ട്രീം എന്നുള്ള ഒരു പേര് കൂടി വന്നത്. ട്രാൻസ്പിരേഷൻ ഫാസ്റ്റ് ആവുന്നതിനനുസരിച്ചിട്ട് അസെന്റ് ഓഫ് സാപ്പും ഫാസ്റ്റ് ആവും. ദാറ്റ് ഈസ് അസെന്റ് ഓഫ് സാപ്പ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ട്രാൻസ്പിരേഷൻ. അസെന്റ് ഓഫ് സാപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് സയൻറ്റിസ്റ്റ് ഒരുപാട് തിയറീസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ടും വരുന്നത് വൈറ്റൽ ഫോഴ്സ് തിയറീസും അതുപോലെ തന്നെ ഫിസിക്കൽ ഫോഴ്സ് തിയറീസും ആണ്. ഫസ്റ്റ് വൺ, വൈറ്റൽ ഫോഴ്സ് തിയറീസ്. വൈറ്റൽ ഫോഴ്സ് തിയറീസ് ആ പേര് തന്നെ ഉണ്ട്. അക്കോർഡിംഗ് ടു വൈറ്റൽ ഫോഴ്സ് തിയറി, അസെന്റ് ഓഫ് സാപ്പ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ദി ആക്ടിവിറ്റീസ് ഓഫ് സം ലിവിങ് സെൽസ്. ലിവിങ് സെൽസിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ് അസെന്റ് ഓഫ് സാപ്പ് നടക്കുന്നതെന്നാണ് വൈറ്റൽ ഫോഴ്സ് തിയറി പറയുന്നത്. ആൻഡ് വൈറ്റൽ ഫോഴ്സ് തിയറിയിൽ മെയിനായിട്ടും രണ്ട് തിയറീസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, റിലേ പമ്പ് തിയറി ഓർ ക്ലാമ്പറിംഗ് തിയറി ബൈ ഗോഡ്ല്യൂസ്കി ആൻഡ് pulsation theory by J.C. Bose. And now vital force theories have only historical importance. Vital force theory first one ആണ് relay pump theory by Godlewski and it is also called clambering theory. And clambering theory or relay pump theory പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ascent of sap takes place by pumping activity of ലിവിങ് സൈലം പാരൻകൈമ. വൈറ്റൽ തിയറിയെ പറയുന്നത് ലിവിങ് സെൽസിൻ്റെ ആക്ടിവിറ്റീസ് കൊണ്ടാണ് അസെന്റ് ഓഫ് സാപ്പ് നടക്കുന്നതെന്നാണ്. റിലേ പമ്പ് തിയറി പറയുന്നത് ലിവിങ് ആയിട്ടുള്ള സൈലം പാരൻകൈമൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ് അസെന്റ് ഓഫ് സാപ്പ് നടക്കുന്നതെന്നാണ്. ഇവിടെ ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിൽ 3 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് സൈലം ലേബൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് വെസൽ, സൈലം വെസൽ. രണ്ടാമത്തത് സൈലം ട്രക്കീഡ്സ്. 3 സൈലം പാരൻകൈമ. സൈലം പാരൻകൈമ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഗ്രീനാ. സോ ഈ ലിവിങ് ആയിട്ടുള്ള സൈലം പാരൻകൈമൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ് അസെന്റ് ഓഫ് സാപ്പ് നടക്കുന്നതെന്നാണ് റിലേ പമ്പ് തിയറി പറയുന്നത്. ഈ പിക്ചറിൽ നമ്മൾ ഫൈബേഴ്സ് കാണിച്ചിട്ടില്ല കേട്ടോ. ദെൻ എങ്ങനെയാണ് ലിവിങ് സൈലം പാരൻകൈമ അസെന്റ് ഓഫ് സാപ്പ് എന്നുള്ള ഒരു പ്രോസസ്സ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, living cells of xylem shows rhythmic change in osmotic potential. Living parenchyma cellsലെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിലുള്ള ചേഞ്ചസ് കൊണ്ടാണ് അസെന്റ് ഓഫ് സാപ്പ് നടക്കുന്നതെന്നാണ് റിലേ പമ്പ് തിയറി പറയുന്നത്. ഇറ്റ് കോസസ് പമ്പിംഗ് ഓഫ് വാട്ടർ ടു അപ്വേർഡ് ഡയറക്ഷൻ. വെൻ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഇൻക്രീസസ്, വാട്ടർ എൻറ്റേഴ്സ് ഇൻ ടു സെൽ ബൈ എൻഡോസ്മോസിസ്. The absorbed water lowers osmotic potential of that cell. At low osmotic potential, water from the cells of xylem parenchyma is pumped to above vessel. അപ്പോൾ എങ്ങനെയാണ് ലിവിങ് ആയിട്ടുള്ള സൈലം പാരൻകൈമ അസെന്റ് ഓഫ് സാപ്പ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിലുള്ള ഡിഫറൻസ് ആണ് അസെന്റ് ഓഫ് സാപ്പിന് കാരണമാകുന്നതെന്നാണ് തിയറി പറയുന്നത്. അതായത് ഒരു ലിവിങ് ആയിട്ടുള്ള സൈലൻ പാരൻകൈമ സെൽസിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ തൊട്ടടുത്തുള്ള വെസലിന് വാട്ടർ എന്ത് ചെയ്യും? പാരൻകൈമയിലേക്ക് എൻ്റർ ചെയ്യും. സോ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കുറവുള്ള പാരൻകൈമയിലേക്ക് തൊട്ടടുത്ത വെസലിന് വാട്ടർ എൻ്റർ ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പാരൻകൈമ സെല്ലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടും. ദെൻ ആ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ വാട്ടർ പൊട്ടൻഷ്യലുള്ള തൊട്ടടുത്തുള്ള ലിവിങ് പാരൻകൈമയിലേക്ക് വാട്ടർ മൂവ് ചെയ്യും. ദെൻ
എവിടുന്നാണോ വാട്ടർ മൂവ് ചെയ്തത് ആ പാരൻകൈമ സെല്ലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. എവിടേക്കാണോ വാട്ടർ മൂവ് ചെയ്തത് അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടും. സോ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്ത സെൽ, അതായത് വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞ സെല്ലിലേക്ക് തൊട്ടിപ്പുറത്ത് നിന്നുള്ള വെസലിന് വീണ്ടും വാട്ടർ എൻ്റർ ചെയ്യും. സോ അവിടെ വീണ്ടും വാട്ടർ പൊട്ടൻഷ്യൽ കൂടും. അത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള സൈലം പാരൻകൈമയിലേക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യും. സോ എവിടേക്കാണോ വാട്ടർ മൂവ് ചെയ്തത് അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടും. എവിടുന്നാണോ വാട്ടർ മൂവ് ചെയ്തത് അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. സോ ഈ വാട്ടർ പൊട്ടൻഷ്യലിലുള്ള ഡിഫറൻസ് കാരണം വാട്ടർ ഒരു ലിവിങ് പാരൻകൈമ സെല്ലിൽ നിന്ന് തൊട്ടടുത്തുള്ള ലിവിങ് പാരൻകൈമ സെല്ലിലേക്ക് മൂവ് ചെയ്യും. അവിടുന്ന് തൊട്ട് മുകളിലുള്ള ലിവിങ് പാരൻകൈമ സെല്ലിലേക്ക് മൂവ് ചെയ്യും. അവിടുന്ന് വീണ്ടും തൊട്ട് മുകളിലേക്കുള്ള ലിവിങ് പാരൻകൈമ സെല്ലിലേക്ക് മൂവ് ചെയ്യും. സോ ഇങ്ങനെ ലിവിങ് പാരൻകൈമ സെല്ലിൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിലുള്ള റിതമിക് ചേഞ്ച് കൊണ്ടാണ് അസെൻറ്റ് ഓഫ് സാപ്പ് നടക്കുന്നതെന്നാണ് റിലേ പമ്പ് തിയറി പറയുന്നത്. റിലേ പമ്പ് തിയറിയിൽ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത് ഒരു സ്റ്റെയർ കേസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റാണ്. സോ ഇതിലെ വാട്ടർ മൂവ്മെൻറ്റിന് നമ്മൾ സ്റ്റെയർ കേസ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ എന്നും പറയുന്നുണ്ട്. റിലേ പമ്പ് തിയറീൻ്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവിങ് പാരൻകൈമ ഈസ് നോട്ട് സീൻ ഇൻ ബിറ്റ്വീൻ ടു സൈലം എലമെൻറ്റ്സ്. രണ്ട് സൈലം എലമെൻറ്റ്സിൻ്റെ ഇടയിൽ എല്ലായ്പ്പോഴും ലിവിങ് പാരൻകൈമ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. സോ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ലിവിങ് പാരൻകൈമ ഇല്ലെങ്കിൽ റിതമിക് ചേഞ്ച് ഇൻ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിനനുസരിച്ചിട്ട് എന്ത് നടക്കില്ല? അസെൻറ്റ് ഓഫ് സാപ്പ് നടക്കില്ല. അപ്പോൾ അതാണ് റിലേ പമ്പ് തിയറീൻ്റെ ഒരു ഡീമെറിറ്റ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ റിലേ പമ്പ് തിയറി എന്ന് പറയുന്നത് ലിവിങ് പാരൻകൈമ സെൽസിൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിൻ്റെ റിതമിക് ചേഞ്ചിനനുസരിച്ചിട്ട് അസെൻറ്റ് ഓഫ് സാപ്പ് നടക്കുന്ന പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ്. സെക്കൻഡ് തിയറി, പൾസേഷൻ തിയറി ബൈ J.C. Bose. According to this theory, ascent of sap takes place due to pulsatory activity of living parenchymatous cells of innermost cortical layer just outside the endodermis. ഈ തിയറി എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈലത്തിലൂടെയല്ല അസെൻറ്റ് ഓഫ് സാപ്പ് നടക്കുന്നത്, മറിച്ച് പൾസേറ്ററി ആക്ടിവിറ്റി ഓഫ് ലിവിങ് പാരൻകൈമ സിറ്റുവേറ്റഡ് ഇന്നർമോസ്റ്റ് കോർട്ടിക്കൽ ലെയർ ജസ്റ്റ് ഔട്ട്സൈഡ് ദി എൻഡോഡെർമിസ്. ഇന്നർമോസ്റ്റ് കോർട്ടിക്കൽ ലെയർ എന്ന് പറഞ്ഞത് ഇതാ, നമ്മളെ ഹോൾ കോർട്ടെക്സ് ആണിത്. സോ ഇന്നർമോസ്റ്റ് കോർട്ടിക്കൽ ലെയർ എന്ന് പറഞ്ഞത് ഇതാണ് അല്ലേ. അതായത് ഈ ഒരു എൻഡോഡെർമിസിൻ്റെയും പെരിസൈക്കിളിൻ്റെയും അടുത്ത് കാണുന്ന റീജിയൻ ആണ് ഇന്നർമോസ്റ്റ് കോർട്ടിക്കൽ ലെയർ. ഈ എൻഡോഡെർമിസിൻ്റെയും പെരിസൈക്കിളിൻ്റെയും പുറത്ത് കാണുന്ന ഇന്നർമോസ്റ്റ് കോർട്ടിക്കൽ ലെയറിൻ്റെ പൾസേറ്ററി ആക്ടിവിറ്റി കൊണ്ടാണ് അസെൻറ്റ് ഓഫ് സാപ്പ് നടക്കുന്നതെന്നാണ് പൾസേഷൻ തിയറി പറയുന്നത്. ഇവിടെ എൻഡോഡെർമിസും പെരിസൈക്കിളും കാണിച്ചിട്ടുള്ളത് ഈ വയലറ്റ് ആൻഡ് ഓറഞ്ച് ആട്ടോ. സോ എൻഡോഡെർമിസിൻ്റെയും പെരിസൈക്കിളിൻ്റെയും പുറത്ത് കാണുന്ന ഇന്നർമോസ്റ്റ് കോർട്ടിക്കൽ ലെയർ അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ റെഡ് കൊണ്ട് ഞാൻ വരച്ചിട്ടുള്ളത് ഇന്നർമോസ്റ്റ് കോർട്ടിക്കൽ ലെയർ ആണ്. സോ ഈ ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള കോർട്ടിക്കൽ ലെയറിൻ്റെ പൾസേറ്ററി ആക്ടിവിറ്റി കൊണ്ടാണ് അസെൻറ്റ് ഓഫ് സാപ്പ് നടക്കുന്നതെന്നാണ് J.C. Bose പറയുന്നത്. സോ സൈലത്തിന് ഒരു റോളും ഇല്ല എന്നാണ് പൾസേഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The expansion and contraction of these cells causes pumping of water. So innermost cortical ലെയറിൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിലുള്ള റിതമിക് ചേഞ്ച് കൊണ്ട് വരുന്ന കൺട്രാക്ഷനും എക്സ്പാൻഷനുമാണ് അസെൻറ്റ് ഓഫ് സാപ്പിന് കാരണമാകുന്നതെന്നാണ് പൾസേഷൻ തിയറി പറയുന്നത്. ആൻഡ് J.C. Bose proved this process by electric probe apparatus. ഇലക്ട്രിക് പ്രോബ് അപ്പാരറ്റസ് വെച്ചിട്ട് പൾസേഷൻ തിയറി J.C. Bose എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. അപ്പം അതെങ്ങനെ പ്രൂവ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതാ ഒരു പോട്ടഡ് പ്ലാന്റ് ഉണ്ട്, ദെൻ ഇവിടെ ഒരു ഇലക്ട്രിക് പ്രോബ് ഉണ്ട്, ദെൻ ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് J.C. Bose എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് പ്രോബിനെ പോട്ടഡ് പ്ലാന്റിൻ്റെ കോർട്ടിക്കൽ ലെയറിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്ത സമയത്ത് ഈ ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ ജസ്റ്റ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതിന്ന് J.C. Bose കൺക്ലൂഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇന്നർമോസ്റ്റ് കോർട്ടിക്കൽ ലെയർ
എന്ന് പറഞ്ഞത് ഒരു പൾസേറ്ററി മൂവ്മെന്റ് കാണിക്കുന്നത് കൊണ്ടാണ് ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തത് എന്നാണ്. സോ ഇന്നർമോസ്റ്റ് കോർട്ടിക്കൽ ലെയറിന്റെ പൾസേറ്ററി മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കറണ്ട് പോലെയുള്ള ഒരു കറണ്ട് അവിടെ ഉള്ളത് കൊണ്ടാണ് ആ ഗാൽവനോമീറ്റർ മൂവ് ചെയ്തത് എന്നാണ് ജെ.സി. ബോസ് കൺക്ലൂഡ് ചെയ്തത്. സോ പൾസേഷൻ തിയറി ഇലക്ട്രിക് പ്രോബ് അപ്പാരറ്റസ് വെച്ച് പ്രൂവ് ചെയ്യുകയും ചെയ്തു ജെ.സി. ബോസ്. വൈറ്റൽ ഫോഴ്സ് തിയറിയിൽ റിലേ പമ്പ് തിയറി അതുപോലെ തന്നെ പൾസേഷൻ തിയറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഫിസിക്കൽ ഫോഴ്സ് തിയറീസ് ആണ്. അക്കോർഡിംഗ് ടു ഫിസിക്കൽ ഫോഴ്സ് തിയറീസ്, അസെന്റ് ഓഫ് സാപ്പ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ സം ഫിസിക്കൽ പ്രോസസ്. ചില ഫിസിക്കൽ പ്രോസസ്സ് വഴിയാണ് അസെന്റ് ഓഫ് സാപ്പ് നടക്കുന്നതെന്നാണ് ഫിസിക്കൽ ഫോഴ്സ് തിയറി പറയുന്നത്. ഇതിൽ നമുക്ക് 3 തിയറീസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ root pressure theory, second one capillary theory, and the third and most important one cohesion tension theory or transpiration pull theory. Then ഇനി ഈ 3 തിയറീസും കൂടിയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ root pressure theory. The term root pressure was first coined by Stephen Hales in 1727 and root pressure theory was proposed by Priestley in 1916. And what is root pressure? It is the hydrostatic pressure developed within the root due to accumulation of water. Water accumulation കൊണ്ട് റൂട്ടിൽ ഉണ്ടാവുന്ന പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെയാണ് റൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. If the stem of a plant is cut near its base, xylem sap is seen to flow out through the cut end, which is called bleeding or exudation. ഒരു പ്ലാന്റിനെ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ബേസിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ പ്ലാന്റിൻ്റെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെമ്മിൽ നിന്നിങ്ങനെ സൈലം സാപ്പ് ഫ്ലോ ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഊസസ് ഔട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രാവിലെ മുറിച്ച ഒരു പ്ലാന്റിൽ നിന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് അതിന് ചുറ്റുമുള്ള മണ്ണൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. ആ ഒരു പ്രോസസ്സിനെയാണ് ബ്ലീഡിങ് ഓർ എക്സുഡേഷൻ എന്ന് പറയാം. നമ്മളെ കൈയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈലം സാപ്പ് ഊസ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയും ബ്ലീഡിംഗ് എന്ന് പറയും. ആനിമൽസിലുള്ള അതുപോലെ തന്നെ പ്ലാന്റ്സിലും എന്തുണ്ട്, ബ്ലീഡിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ഇഞ്ചുറീസിലൂടെ സൈലം സാപ്പ് പുറത്തു പോകുന്നതിനെയാണ് എന്തു പറയാ, ബ്ലീഡിംഗ് ഓർ എക്സുഡേഷൻ എന്ന് പറയാം. സോ ഈ ബ്ലീഡിംഗ് ഓർ എക്സുഡേഷൻ എന്നുള്ള പ്രോസസ്സ് റൂട്ട് പ്രഷർ തിയറിക്ക് ഒരു എവിഡൻസ് ആണ്. അതുപോലെയുള്ള വേറൊരു എവിഡൻസ് ആണ് ഗട്ടേഷൻ. ഗട്ടേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഗട്ടേഷൻ? അൺഇഞ്ചേർഡ് ആയിട്ടുള്ള സൈലം എൻഡിങ്സിലൂടെയുള്ള എക്സ്യൂഡേഷൻ ആണ് ഗട്ടേഷൻ എന്ന് പറഞ്ഞത്. ലിക്വിഡ് ഡ്രോപ്സ് ആയിരിക്കും എക്സ്യൂഡ് ചെയ്യുക വിത്ത് ഇനോർഗാനിക് സൊല്യൂട്ട്സ്. നമ്മൾ അനാട്ടമിയിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ഗട്ടേഷൻ അതുപോലെ ബ്ലീഡിംഗ് എന്നൊക്കെ പറഞ്ഞത് റൂട്ട് പ്രഷർ തിയറീൻ്റെ എവിഡൻസ് ആണ്. നമ്മൾ റൂട്ട് പ്രഷർ എന്ന് പറഞ്ഞത് പറഞ്ഞു വാട്ടർ അക്യുമുലേഷൻ കൊണ്ട് റൂട്ടിൽ ഉണ്ടാവുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ്. സോ എങ്ങനെയാണ് റൂട്ടിൽ വാട്ടർ അക്യുമുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. Root pressure is an active force generated by the active absorption of mineral ions. റൂട്ട് ആക്റ്റീവായിട്ട് മിനറൽ അയോൺസിനെ അബ്സോർബ് ചെയ്യും. ആക്റ്റീവായിട്ട് മിനറൽ അയോൺസിനെ അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിത്ത് ദ യൂട്ടിലൈസേഷൻ ഓഫ് എനർജി റൂട്ട് എന്ത് ചെയ്യും, സോയിൽ നിന്ന് മിനറൽ അയോൺസിനെ അബ്സോർബ് ചെയ്യും. അക്യുമുലേഷൻ ഓഫ് മിനറൽ അയോൺസ് ഇൻ ദ സൈലം സാപ്പ് മേക്സ് ഇറ്റ്സ് more concentrated than soil solution. സോ അങ്ങനെ ആക്റ്റീവായിട്ട് റൂട്ട് മിനറൽസിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് സൈലത്തിൽ മിനറൽ അയോൺസ് അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് റൂട്ട് മോർ കോൺസെൻട്രേറ്റഡ് ആവും ദാൻ സോയിൽ സൊല്യൂഷൻ. സോ റൂട്ടിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുകയും വാട്ടർ പൊട്ടൻഷ്യൽ കുറയുകയും ചെയ്യും അല്ലേ? സോയിലോ റൂട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കുറവും വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. ദിസ് ഡിഫറൻസ് ഇൻ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് ബിലീവ്ഡ് ടു പ്രൊവൈഡ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ദ അബ്സോർപ്ഷൻ ആൻഡ് അപ്വേർഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ അലോങ് സൈലം ട്യൂബ്.
സോ ഇങ്ങനെ ആക്റ്റീവായിട്ട് മിനറൽ അയോൺസിനെ റൂട്ട് അബ്സോർബ് ചെയ്യുന്നത് വഴി ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുമ്പോൾ വാട്ടർ എന്ത് ചെയ്യും? എൻഡോസ്മോസിസ് വഴി സോയിൽ സൊല്യൂഷന് റൂട്ടിലേക്ക് എൻ്റർ ചെയ്യും. സോ എത്രത്തോളം റൂട്ട് ആക്റ്റീവായിട്ട് മിനറൽ അയോൺസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം സ്പീഡിൽ റൂട്ടിലേക്ക് വാട്ടർ എൻഡോസ്മോസിസ് വഴി എൻ്റർ ചെയ്യും. സോ ഇങ്ങനെ മോർ വാട്ടർ റൂട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ വാട്ടറിൻ്റെ അക്യുമുലേഷൻ കൊണ്ട് റൂട്ടിൽ ഉണ്ടാവുന്ന പ്രഷർ, അതിനെയാണ് റൂട്ട് പ്രഷർ എന്ന് പറയാം. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആക്റ്റീവായിട്ട് മിനറൽ അയോൺസിനെ റൂട്ട് അബ്സോർബ് ചെയ്യും. അങ്ങനെ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് റൂട്ടിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടും. സോ മോർ വാട്ടർ എൻഡോസ്മോസിസ് വഴി സോയിലിൽ നിന്ന് റൂട്ടിലേക്ക് എൻ്റർ ചെയ്യും. സോ ഇങ്ങനെ മോർ വാട്ടർ റൂട്ട് അബ്സോർബ് ചെയ്യുന്നത് വഴി റൂട്ടിൽ ഫോം ചെയ്യുന്ന പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെയാണ് റൂട്ട് പ്രഷർ എന്ന് പറയാം. സോ ഈ ഒരു റൂട്ട് പ്രഷറാണ് അസെൻഡ് ഓഫ് സാപ്പിന് കാരണമാകുന്നതെന്നാണ് റൂട്ട് പ്രഷർ തിയറി പറയുന്നത്. സോ എത്രത്തോളം മിനറൽ അയോൺസിനെ ആക്റ്റീവായിട്ട് റൂട്ട് അബ്സോർബ് ചെയ്യുന്നോ അത്രത്തോളം റൂട്ട് പ്രഷർ പ്ലാന്റിൽ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ റൂട്ടിൽ ക്രിയേറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് അസെൻഡ് ഓഫ് സാപ്പ് നടക്കുകയും ചെയ്യും എന്നാണ് റൂട്ട് പ്രഷർ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് റൂട്ട് പ്രഷർ തിയറിക്ക് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ്? നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. Magnitude of root pressure is not sufficient to raise water to top of a tall tree. Large trees like തേക്ക്, അതുപോലെ തന്നെ കോക്കനട്ട്, ഇതിൻ്റെയൊക്കെ ടോപ്പിലേക്ക് എത്താൻ മാത്രമുള്ള മാഗ്നിറ്റ്യൂഡ് ഒന്നും റൂട്ട് പ്രഷറിന് ഉണ്ടായിരിക്കില്ല. സെക്കൻഡ് വൺ, ദ ഫിനോമിനൻ ഓഫ് റൂട്ട് പ്രഷർ ഈസ് നോട്ട് ഒബ്സർവ്ഡ് ഇൻ കോണിഫേഴ്സ് ആൻഡ് അതർ ജിംനോസ്പേം. ജിംനോസ്പേംസിൽ അതുപോലെ കോണിഫേഴ്സിലൊന്നും റൂട്ട് പ്രഷർ എന്നുള്ള ഒരു ഫിനോമിന ഇതുവരെ ഒബ്സർവ് ചെയ്തിട്ടില്ല. അസെൻഡ് ഓഫ് സാപ്പ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഇൻ പ്ലാന്റ്സ് ഹൂസ് റൂട്ട്സ് വേർ റിമൂവ്ഡ്. സോ അസെൻഡ് ഓഫ് സാപ്പ് എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കാൻ റൂട്ടിൻ്റെ ആവശ്യമില്ല. റൂട്ട് ഉണ്ടെങ്കിലല്ലേ റൂട്ട് പ്രഷർ ഉണ്ടാവുള്ളൂ. സോ റൂട്ട് പ്രഷർ ഇല്ലെങ്കിലും അസെൻഡ് ഓഫ് സാപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ഡീമെറിറ്റ്. ഫിസിക്കൽ ഫോഴ്സ് തിയറിയിലെ രണ്ടാമത്തെ തിയറിയാണ് കാപ്പിലറി തിയറി. According to capillary theory, ascent of sap takes place due to capillarity of tracheids and vessels. Xylem element ആയിട്ടുള്ള ട്രക്കീഡ്സിൻ്റെയും വെസൽസിൻ്റെയും കാപ്പിലാരിറ്റി കൊണ്ടാണ് അസെൻഡ് ഓഫ് സാപ്പ് നടക്കുന്നതെന്നാണ് കാപ്പിലറി തിയറി പറയുന്നത്. ഫിസിക്കൽ ഫോഴ്സ് തിയറിയിലെ ലാസ്റ്റ് തിയറിയാണ് കൊഹിഷൻ ടെൻഷൻ തിയറി ഓർ ട്രാൻസ്പിരേഷൻ പുൾ തിയറി. This theory was proposed by Dickson and Joly, and the theory states that transpiration pull, cohesion and addition are responsible for ascent of sap. ഈ ഒരു തിയറിൻ്റെ ആകമൊത്തം എസൻസ് ആണ് നമ്മളിപ്പോൾ ഈ വായിച്ചിട്ടുള്ളത്. ട്രാൻസ്പിരേഷൻ പുള്ള്, അതുപോലെ കൊഹിഷൻ, അതുപോലെ തന്നെ അഡിഷൻ, ഈ മൂന്ന് പ്രോസസ്സാണ് അസെൻഡ് ഓഫ് സാപ്പിന് കാരണമാകുന്നതെന്നാണ് കൊഹിഷൻ ടെൻഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൊഹിഷൻ ടെൻഷൻ തിയറിക്ക് രണ്ട് കോർ കൺസെപ്റ്റാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, കണ്ടിന്യൂസ് ട്രാൻസ്പിരേഷൻ ജനറേറ്റ്സ് എ സ്ട്രോങ് പുള്ളിംഗ് ഫോഴ്സ് ഇൻ ലീവ്സ് വിച്ച് പുൾസ് അപ്പ് വാട്ടർ ഫ്രം റൂട്ട്സ് ടു ലീവ്സ്. ട്രാൻസ്പിരേഷൻ പുൾ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ട്രാൻസ്പിരേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് ഒരു പുള്ളിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫ്രം ലീഫ് ടു റൂട്ട്. ലീഫിൽ നിന്ന് റൂട്ടിലേക്ക് ട്രാൻസ്പിരേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു പുള്ളിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പുള്ളിംഗ് ഫോഴ്സ് ആണ് അസെൻഡ് ഓഫ് സാപ്പിനുള്ള ഒരു കാരണം. ദെൻ രണ്ടാമത്തെ കാരണമായിട്ട് കൊഹിഷൻ ടെൻഷൻ തിയറി അല്ലെങ്കിൽ ട്രാൻസ്പിരേഷൻ പുൾ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, the strong cohesive and adhesive forces of water molecules enables water to move along the xylem tubes in the form of an unbroken and continuous water column extending from root tips to cells of leaf mesophyll. വാട്ടറിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് അഡിഷനും കൊഹിഷനും. എന്താ കൊഹിഷൻ, എന്താ അഡിഷൻ നമുക്കറിയാം. സിമിലർ ആയിട്ടുള്ള രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് കൊഹിഷൻ എന്ന് പറയാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് മോളിക്യൂൾസിൻ്റെ അട്രാക്ഷൻ അഡിഷൻ എന്ന് പറയാം.
വാട്ടറിന് വാട്ടറുമായിട്ടുള്ള അട്രാക്ഷനെയാണ് കൊഹിഷൻ എന്ന് പറയാം. വാട്ടറിന് വേറെ സബ്സ്റ്റൻസുമായിട്ടുള്ള അട്രാക്ഷനെയാണ് അഡിഷൻ എന്ന് പറയാം. സോ അടുത്തടുത്ത വാട്ടർ മോളിക്യൂൾസ് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലീഫ് മീസോഫിൽ തൊട്ട് റൂട്ട് ടിപ്പ് വരെ വാട്ടറിന് ഒരു കണ്ടിന്യൂസ് കോളം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാട്ടറിന് അതിൻ്റെ വാൾ മെറ്റീരിയൽസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ത്രൂ സൈലമാണ് എന്ന്. സോ ഈ വാട്ടറും സൈലത്തിൻ്റെ വാൾസും തമ്മിലുള്ള അട്രാക്ഷൻ കാരണം ഇതെന്ത് ചെയ്യും, വാളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. സോ വാട്ടറിൻ്റെ കൊഹിഷൻ ആൻഡ് അഡിഷൻ എന്നുള്ള ഈ രണ്ട് പ്രോപ്പർട്ടി കാരണം ലീഫ് മീസോഫിൽ തൊട്ട് റൂട്ട് ടിപ്പ് വരെ അല്ലെങ്കിൽ റൂട്ട് ഹെയർ വരെ വാട്ടർ ഒരു അൺബ്രോക്കൺ ആൻഡ് കണ്ടിന്യൂസ് കോളം ക്രിയേറ്റ് ചെയ്യും. സോ കൊഹിഷൻ ടെൻഷൻ തിയറി അല്ലെങ്കിൽ ട്രാൻസ്പിരേഷൻ പുൾ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പിരേഷൻ പുള്ള് നമ്മൾ പറഞ്ഞു ട്രാൻസ്പിരേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പുള്ളിങ് ഫോഴ്സ് ആണ്. അത് റൂട്ട് ടു ലീഫ് വരെ എക്സ്റ്റെൻഡ് ചെയ്യും. സോ ആ ട്രാൻസ്പിരേഷൻ പുള്ള്, അതുപോലെ തന്നെ കൊഹിഷൻ ആൻഡ് അഡിഷൻ, ഈ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് അസെന്റ് ഓഫ് സാപ്പിന് കാരണമാകുന്നതെന്നാണ് കൊഹിഷൻ ടെൻഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ കൊഹിഷൻ ടെൻഷൻ തിയറിനെ നമുക്ക് പോയിന്റ് വൈസ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആക്റ്റീവ് ട്രാൻസ്പിരേഷൻ കോസസ് ഹെവി ലോസ് ഓഫ് വാട്ടർ ഫ്രം ലീവ്സ്. ട്രാൻസ്പിരേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ലീഫിൽ നിന്ന് എന്ത് ചെയ്യും, വാട്ടർ ട്രാൻസ്പയർ ചെയ്ത് പോകും. ഈ ഒരു ഏരിയയിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യും, ട്രാൻസ്പയർ ചെയ്ത് പോകും. As a result, transpiring area become dehydrated. കണ്ടിന്യൂസ് ട്രാൻസ്പിരേഷൻ്റെ ഫലമായിട്ട് ട്രാൻസ്പയറിംഗ് ഏരിയ എന്ത് ചെയ്യും, പാർഷ്യലി ഡീഹൈഡ്രേറ്റഡ് ആവും. ഡീഹൈഡ്രേഷൻ ലോവേഴ്സ് വാട്ടർ പൊട്ടൻഷ്യൽ അല്ലേ. ഡീഹൈഡ്രേഷൻ്റെ ഫലമായിട്ട് ഡീഹൈഡ്രേറ്റിംഗ് ഏരിയയിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും ആൻഡ് ജനറേറ്റ്സ് എ സ്ട്രോങ് ഫോഴ്സ് ഓഫ് ഓസ്മോട്ടിക് പുൾ ഇൻ ദം. സോ വാട്ടർ പൊട്ടൻഷ്യൽ കുറയുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് വാട്ടർ മൂവ് ചെയ്യും. സോ ഒരു സ്ട്രോങ് ഓസ്മോട്ടിക് പുള്ള് ഈ ഡീഹൈഡ്രേറ്റഡ് ഏരിയയിലേക്ക് ഉണ്ടാകും. അതിനെയാണ് ട്രാൻസ്പിരേഷൻ പുൾ എന്ന് പറയാം. ട്രാൻസ്പിരേഷൻ പുൾ ഡ്രോസ് വാട്ടർ ടു ഡീഹൈഡ്രേറ്റഡ് സെൽസ് ഫ്രം മോർ ഹൈഡ്രേറ്റഡ് സെൽസ് ബിലോ. സോ എവിടുന്നാണോ ട്രാൻസ്പയർ ചെയ്ത് വാട്ടർ പോകുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള സെല്ലിൽ ഈ ട്രാൻസ്പയർ ചെയ്ത് പോയ ഏരിയനേക്കാളും വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. സോ ആ കൂടിയ സ്ഥലത്ത് നിന്ന് ഈ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് വാട്ടർ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ട്രാൻസ്പിരേഷൻ പുൾ പാസസ് ഡൗൺ ഫ്രം ലീവ്സ് ടു റൂട്ട് ഇൻ റാപ്പിഡ് റിലീസ്. സോ ഡീഹൈഡ്രേറ്റ് ചെയ്ത ഏരിയയിലേക്ക് തൊട്ടടുത്ത സെല്ലിൽ നിന്ന് വാട്ടർ മൂവ് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്ത സെല്ലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. സോ അതിൻ്റെ തൊട്ട് താഴെയുള്ള സെല്ലിൽ നിന്ന് ആ സെല്ലിലേക്ക് എന്ത് ചെയ്യും, വാട്ടർ മൂവ് ചെയ്യും. സോ ഇങ്ങനെ ഈ ഒരു ട്രാൻസ്പിരേഷൻ പുള്ള് ലീഫ് മീസോഫിൽ തൊട്ട് റൂട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്യും. ഈ പിക്ചർ വെച്ചിട്ട് നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് മീസോഫിൽ ടിഷ്യൂ, ദെൻ ഇതാണ് സ്റ്റെം സൈലം, ദെൻ അത് കഴിഞ്ഞ് റൂട്ടാണിത്, ദെൻ റൂട്ടിൻ്റെ സൈലത്തിൽ റേഡിയൽ കണ്ടക്ഷൻ വഴി വാട്ടർ എത്തുമ്പം ഇവിടുന്ന് ഇവിടേക്കാണ് വാട്ടർ എത്തുക. സോ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ഈ ലീഫ് മീസോഫിൽ ടിഷ്യൂന്ന് വാട്ടർ എന്ത് ചെയ്യും, ട്രാൻസ്പയർ ചെയ്ത് പോകും. സോ ട്രാൻസ്പയറിംഗ് ഏരിയ എന്തായിട്ട് മാറും, ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് മാറും. സോ ഈ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള നമ്മളിപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലിനെ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ മീസോഫിൽ സെല്ലാണ് എന്ന് വിചാരിക്കാം. സോ ഇവിടുന്ന് വാട്ടർ ട്രാൻസ്പിരേഷൻ വഴി എസ്കേപ്പ് ചെയ്യുമ്പം ഈ മീസോഫിൽ ടിഷ്യൂ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. സോ തൊട്ടടുത്ത സെല്ലിൽ നിന്ന് വാട്ടർ ഈ മീസോഫിൽ ടിഷ്യൂവിലേക്ക് എൻ്റർ ചെയ്യും. സോ ഈ മീസോഫിൽ ടിഷ്യൂവിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടും. എവിടുന്നാണോ വാട്ടർ മൂവ് ചെയ്തത് അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. സോ ഇവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയുമ്പം തൊട്ട് താഴെയുള്ള സൈലം ടിഷ്യൂന്ന് വാട്ടർ എന്ത് ചെയ്യും, വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. സോ ഇവിടേക്കാണ് മൂവ് ചെയ്തത്, ഇവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടും. എവിടുന്നാണോ മൂവ് ചെയ്തത് അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. സോ ഈ വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തേക്ക് തൊട്ട് താഴെയുള്ള സൈലം ടിഷ്യൂന്ന് വാട്ടർ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. തൊട്ട് താഴെയുള്ള സൈലം ടിഷ്യൂ പറഞ്ഞാൽ ഇവിടെയാണ്. സോ ഇവിടുന്ന് മൂവ് ചെയ്യും.
സോ ഈ ടിഷ്യൂവിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടും, എവിടുന്നാണോ മൂവ് ചെയ്തത് അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. സോ ഈ വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തേക്ക് തൊട്ട് താഴെയുള്ള ടിഷ്യൂന്ന് വാട്ടർ മൂവ് ചെയ്യും. സോ ഇവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടും, എവിടുന്നാണോ മൂവ് ചെയ്തത് അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. സോ ഇങ്ങനെ താഴേക്ക് ഒരു ട്രാൻസ്പിരേഷൻ പുള്ള് എക്സ്റ്റെൻഡ് ചെയ്യും. സോ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കാരണം എന്താ? മീസോഫിൽ ടിഷ്യൂന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്പിരേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവും. ഡീഹൈഡ്രേറ്റഡ് ആവുക മീൻസ് വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. സോ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്ന് വാട്ടർ മീസോഫിൽ ടിഷ്യൂയിലേക്ക് എൻ്റർ ചെയ്യും. സോ എവിടുന്നാണോ മൂവ് ചെയ്തത് അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും, അവിടേക്ക് തൊട്ട് താഴെയുള്ള സൈലം ടിഷ്യൂന്ന് വാട്ടർ മൂവ് ചെയ്യും. സോ ഇങ്ങനെ ഈ ഒരു ട്രാൻസ്പിരേഷൻ പുള്ള് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് മീസോഫിൽ ടിഷ്യൂന്ന് റൂട്ട് ഹെയർ വരെ ഒരു പുള്ളിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ആ പുള്ളിംഗ് ഫോഴ്സിന്റെ ഫലമായിട്ടാണ് അസെന്റ് ഓഫ് സാപ്പ് നടക്കുന്നതെന്നാണ് കൊഹിഷൻ ടെൻഷൻ തിയറി അല്ലെങ്കിൽ ട്രാൻസ്പിരേഷൻ പുൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആസ് എ റിസൾട്ട്, water is continuously lifted up from root cortex to leaf mesophil in the form of continuous water column against gravity. ഈ ഒരു സ്ട്രോങ് പുള്ളിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്പിരേഷൻ പുള്ളിന്റെ ഫലമായിട്ട് റൂട്ടിന്ന് ലീഫിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? വാട്ടർ ലിഫ്റ്റ് ചെയ്യും. വാട്ടർ പൊട്ടൻഷ്യലിന്റെ ചേഞ്ചിനനുസരിച്ച് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ വാട്ടർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും എഗെയിൻസ്റ്റ് gravity. Water column remains continuous, unbroken and attached to xylem wall due to their tensile strength provided by cohesion and addition of water molecule. വാട്ടറിന്റെ 3 പ്രോപ്പർട്ടീസ് ആണ് അഡിഷൻ, കൊഹിഷൻ, അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത്. അഡിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ടറിന് വേറൊരു സബ്സ്റ്റൻസുമായിട്ടുള്ള അട്രാക്ഷനെയാണ് വാട്ടറിന്റെ അഡിഷൻ എന്ന് പറയാം. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ. അതുകൂടാതെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി കൂടി വാട്ടറിനുണ്ട്. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ടെൻഷനിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള വാട്ടർ കോളം ബ്രേക്ക് ചെയ്യാതിരിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിനെയാണ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയാം. സോ വാട്ടറിന്റെ ഈ 3 പ്രോപ്പർട്ടി കാരണം വാട്ടർ കോളം ലീഫ് മീസോഫിൽ തൊട്ട് ടിപ്പ് ഓഫ് ദ റൂട്ട് ഹെയർ വരെ continuous and unbroken ആയിരിക്കും. Cohesion occurs between water molecules and addition occurs between water molecule and wall materials. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. അഡിഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂളിന് അത് നിൽക്കുന്ന സർഫസ് ആയിട്ട് അല്ലെങ്കിൽ വാൾ മെറ്റീരിയൽ ആയിട്ടുള്ള അട്രാക്ഷൻ ആണ്. Since absorption and ascent of water depends on transpiration, solar energy is the ultimate source of energy for them. So ഇത്രയാണ് ട്രാൻസ്പിരേഷൻ പുൾ തിയറി അല്ലെങ്കിൽ കൊഹിഷൻ ടെൻഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആക്റ്റീവായിട്ട് ട്രാൻസ്പിരേഷൻ നടക്കുമ്പം ട്രാൻസ്പയറിംഗ് ഏരിയ ഡീഹൈഡ്രേറ്റഡ് ആവും. സോ ഈ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് മോർ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സെല്ലിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യും? ഓസ്മോസിസ് വഴി എൻ്റർ ചെയ്യും. സോ എവിടുന്നാണോ വാട്ടർ എൻ്റർ ചെയ്തത് അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയുമ്പം ആ ഏരിയയിലേക്ക് തൊട്ട് താഴെയുള്ള സെല്ലിൽ നിന്ന് വാട്ടർ മൂവ് ചെയ്യും. സോ തൊട്ട് താഴെയുള്ള സെല്ല് ഡീഹൈഡ്രേറ്റഡ് ആവും, അതിനും താഴെയുള്ള സെല്ലിൽ നിന്ന് വാട്ടർ മൂവ് ചെയ്യും. സോ ഇങ്ങനെ ഉള്ള ഒരു ട്രാൻസ്പിരേഷൻ പുള്ള് ലീഫിന്റെ മീസോഫിൽ തൊട്ട് റൂട്ട് ഹെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇങ്ങനെ ഉണ്ടാവുന്ന ട്രാൻസ്പിരേഷൻ പുള്ള് കൊണ്ടാണ് അസെന്റ് ഓഫ് സാപ്പ് നടക്കുന്നതെന്നാണ് ട്രാൻസ്പിരേഷൻ പുൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാട്ടറിന്റെ 2 പ്രോപ്പർട്ടി ആയിട്ടുള്ള കൊഹിഷനും അഡിഷനുമാണ് ഈ ഒരു ട്രാൻസ്പിരേഷൻ പുൾ തിയറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു പുള്ള് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വാട്ടർ കോളം കണ്ടിന്യൂസ് ആൻഡ് അൺബ്രോക്കൺ ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് വാട്ടറിന്റെ ഈ 2 പ്രോപ്പർട്ടീസ് ആണ്. ഇത്രയാണ് ട്രാൻസ്പിരേഷൻ പുൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡീമെറിറ്റ്സ് ഓഫ് ട്രാൻസ്പിരേഷൻ പുൾ തിയറി ഓർ കൊഹിഷൻ ടെൻഷൻ തിയറി. ടെമ്പറേച്ചർ വേരിയേഷൻ കോസസ് എൻട്രി ഓഫ് എയർ ബബിൾസ് ഇൻ വാട്ടർ കോളം. ഇറ്റ് വിൽ അഫക്റ്റ് അസെന്റ് ഓഫ് സാപ്പ്. സപ്പോസ് ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത് വാട്ടർ സ്കേഴ്സിറ്റി കണ്ടീഷനിലാണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ കുറേ കാലം ഒരു പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ നല്ല ഡ്രൈ ഏരിയയിൽ ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കാം.
ആ പ്ലാന്റിൻ്റെ സൈലത്തിൽ എയർ ബബിൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വാട്ടർ കോളം കണ്ടിന്യൂസ് ആയിരിക്കില്ല ഫ്രം മീസോഫിൽ ടു ടിപ്പ് ഓഫ് ദ റൂട്ട്. അതിൻ്റെ ഇടയിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഇങ്ങനെ എയർ ബബിൾസ് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്പിരേഷൻ പുൾ എങ്ങനെ മീസോഫിൽ നിന്ന് റൂട്ടിൻ്റെ ടിപ്പ് വരെ എക്സ്റ്റെൻഡ് ചെയ്യും? അതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അതാണ് ഈ ഒരു തിയറിൻ്റെ ഡിമെറിറ്റ്.